നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, ഖാത്തിമത്തെ പേടിക്കണം. നിസ്കാരം ഒഴിവാക്കുന്നവർ മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാഹ്, ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, നിസ്കാരം ഒഴിവാക്കിയ ഒരാളെ മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ ലിയദ്ഫനൂഹ്, മറവ് ചെയ്യാൻ വേണ്ടി, ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ഖദ് അഹാല ബിജനബാതിൽ ഖബ്ർ അസ്സുഅബാനുൽ അഖ്റഅ, ഭീമാകാരിയായ സർപ്പം ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് വിട്ടിട്ട് ചില ക്ലിപ്പുകളാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഒരു ഖബർ കുഴിച്ചു പാമ്പ്, അത് മൂടി രണ്ടാമത് കുഴിച്ചു, അതിലും മൂന്നാമത് കുഴിച്ചു, അതിലും. ഇമാമുമാർ പറഞ്ഞു, നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടേക്ക് അത് കാണും, അങ്ങനെ മറവ് ചെയ്തേക്കണം. അവനത് അർഹിക്കുന്നു. താരിഖുസ് സ്വലാ ഹയ്യ അലസ് സ്വലാ, നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമുഅയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 പെരുന്നാള്. ഇതല്ലാതെ 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം, അവന്റെ ആഖിബത്ത് മോശമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ളുഹ്ർ അസ്റിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്കുണ്ടാവും. ളുഹ്ർ ബാങ്കിന്റെ അവസാനം പോയി നിസ്കരിക്കുക. ബാങ്ക് അസ്ർ ബാങ്ക് കൊടുക്കുന്നത് 4 മണിക്കാണെങ്കിൽ 3:45 ളുഹ്റിന് ഉളു കൊടുക്കുക. എന്നിട്ട് കാത്തിരിക്കുകയാണ്, അസ്ർ വരെ കാത്തിരിക്കുന്നു. അസ്റും കഴിഞ്ഞ് ജമ്മ ചെയ്യുന്ന പോലെ സൂരിയായ ജമ്മു എന്നൊക്കെ പറയും. ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. അതങ്ങനെയല്ല, അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ. പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത്. നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിസ്കാരം അതിന്റെ അവ്വൽ വഖ്തിൽ നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. എങ്ങാനും ആ നേരത്ത് കുട്ടികൾ കരഞ്ഞോ, അല്ലെങ്കിൽ ഒരു അതിഥി വന്നു, വീട്ടുകാർ വന്നു, ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു, നിസ്കാരം കളാവൂലേ? ആകെ 10-15 മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത്. അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. താരിഖുസ് സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ. അൽ മദീൻ, കടബാധ്യതയുള്ള ആളുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ മരിച്ച ഒരു ഷഹീദായ ഒരു സ്വഹാബിക്ക് പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയുമായിരുന്നു, ഷഹീദായ മനുഷ്യൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും, കടമൊഴികെ. കടം അല്ലാഹു പുറത്തു കൊടുക്കില്ല. അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ്. അദ്ദൈനു ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ. നബി തങ്ങൾ പറയുമായിരുന്നു, കടം എന്ന് പറയുന്നത് രാത്രിയിൽ ടെൻഷനാണ്. വദുല്ലും ബിന്നഹാർ, പകലിൽ അത് നാണക്കേടാണ്. പകലിൽ നാണക്കേട്, മാനക്കേട്, രാത്രിയിൽ ടെൻഷനും. ആർക്ക്? കടം വാങ്ങിയവന് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നേരെ മറിച്ച്, കടം കൊടുത്താക്കാണ് ഇപ്പൊ ഈ അവസ്ഥ. ഉടച്ചോനെ കിട്ടൂലല്ലോ റബ്ബേ പൈസ, ഓൻ ഉറക്കില്ല. കടം വാങ്ങിച്ചാള് ചെത്തി പൊളിച്ചടക്ക, കാറ് റെന്റിനൊന്ന്, മറ്റൊന്ന് വേറൊന്ന് വാങ്ങിച്ചു, അവിടെ പോയി ഇവിടെ പോയി. പടച്ച റബ്ബേന്റെ പൈസ കൊണ്ടാണല്ലോ ഇവന് കളി കളിക്കുന്നത്. കൊടുത്തോൻ ഉറക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, വാങ്ങിച്ചവൻ ഉറക്കുണ്ടാവില്ല. ഇത് നേരെ മറിച്ച്, വാങ്ങിച്ചു അന്തസ്സിൽ കൂർക്കം വലിച്ചുറക്കുന്നുണ്ട്. കടം വീട്ടാൻ ഉള്ള ചിന്ത പോലും ഇല്ലാതെ ഗുരുതരമായ അനാസ്ഥയാണത്. ചെയ്തു പോവരുത്. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ആ ജനാസക്ക് സ്വഹാബിക്ക് കടമുണ്ട്, കടബാധ്യതയുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കൂല. തങ്ങൾ പോയി നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലാണ് സ്വഹാബികൾ പറഞ്ഞത്, നബിയേ, ആ കടം ഞാൻ ഏറ്റെടുത്തോളാം, നബിയെ ഞാൻ വിട്ടിക്കോളാം. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്നു മയ്യിത്ത് നിസ്കരിച്ചു. എന്താർത്ഥം? കടം ബാങ്കിൽ നിന്നെടുത്ത കടങ്ങളാണെങ്കിലും വ്യക്തിയിൽ നിന്നെടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ്. ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല, കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ്. തിരിച്ചു കൊടുത്തേ പറ്റൂ. എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏതിടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് എപ്പോഴും ബോധം വേണം. ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാവേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് വാപ്പയുടെ കടം എത്രയാണെന്ന് വസിയത്ത് എഴുതി വെക്കണം. വാപ്പ തലയിണന്റെ താഴെ വെക്കണം, എവിടൊക്കെ കൊടുക്കാനുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് മിഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാം, എന്റെ വാപ്പാക്ക് കടമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു. എവിടെ? വാപ്പ കടം കൊടുക്കാനുണ്ട്. നിങ്ങൾ പാറപ്പള്ളിയിൽ ആ ആള് നിസ്കരിക്കാൻ വന്നിട്ടില്ല, ആൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വാപ്പ തരാനുണ്ടെന്ന്? വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയാം? വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന്, അയാൾ ഉണ്ടാവോ നിസ്കരിക്കാൻ? അയാൾ കേൾക്കുന്നുണ്ടോ ഇത്? പടച്ചോനെ എന്റെ പൈസ തരാതെ മരിച്ചു പോയല്ലോ. ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ
ഖബറിൽ അത് തീ പടർന്നു പിടിച്ച് ആ മനുഷ്യനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത, സാമ്പത്തികമായ ശുദ്ധി, പലിശ ഏർപ്പാടുകൾ നിർത്തിവെക്കണം. അല്ലാഹു തആല ഇതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ഇതൊക്കെ സൂഉൽ ഖാത്തിമ, വളരെ മോശപ്പെട്ട ഖാത്തിമത്ത് വരുത്തിവെക്കും. അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്തോളൂ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. മരിക്കുമ്പോൾ ചിരിക്കുന്നതാണ് ഈമാനിന്റെ അടയാളമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. മരിക്കുന്ന നേരത്തെ ചിരിച്ച് മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം അബൂ നഈം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രസിദ്ധമായ കിതാബ് ഹില്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ സഫ്വത്തുസ് സഫ്വയിൽ ബഹുമാനപ്പെട്ട ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിബ്ഇ ഇബ്നു ഹിറാഷ് എന്നവർ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തഹ്ദീബിൽ മഹാനായ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണത്? ഈ പറഞ്ഞ ദിബ്ഇ ഇബ്നു ഹിറാഷ് തങ്ങളുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഉദ്ധരിക്കുകയാണ്. മസ്ഊദ് ഇബ്നു ഹിറാഷ് എന്നവർ ബഹുമാനപ്പെട്ടവർ പറയുന്നു, രണ്ടുപേരും അവരെ സംബന്ധിച്ച് മസ്ഊദ് ഇബ്നു ഹിറാഷിൻ വ അഖീഹി റബീഉ ഇബ്നു ഹിറാഷ്, ജ്യേഷ്ഠനും അനിയനും വലിയ മഹത്തുക്കളായിരുന്നു. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞവരുടെ മുഖത്തേക്ക് മൂടുപടം വെച്ചപ്പോ, തുണി മൂടി വെച്ചപ്പോ, കശഫ കുല്ലു വാഹിദിൻ മിൻഹുമാ അൽഗിതാഅ അൻ വജ്ഹി, ജ്യേഷ്ഠൻ ദിബ്ഇ ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചപ്പോഴും അനുജൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചപ്പോഴും മുഖം ഇങ്ങനെ മൂടി വെച്ചിട്ട് ആ മൂടിയ വസ്ത്രം കൈകൊണ്ട് നീക്കിയ ആളുകളാണ്, മരണത്തിന്റെ ശേഷം നീക്കിയ ആളുകളാ ഈ രണ്ട് മഹത്തുക്കളും. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ തഹ്ദീബിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തആല അലൈഹി ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്, മരിച്ചതിന്റെ ശേഷം വസ്ത്രം നീക്കി വെച്ചു. അത് മാത്രമോ, വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. ഇന്നി ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അരികത്തേക്ക് ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. ഫതലഖാനി ബിറൗഹിൻ വറൈഹാൻ, അല്ലാഹു എനിക്ക് വളരെ ആശ്വാസവും സുഗന്ധവും തന്നെ സ്വീകരിച്ചു. വലഖീതു റബ്ബൻ ഗൈറ ഗദ്ബാൻ, ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. അസ്അലുക്കും ബില്ലാഹ്, അല്ലാഹുവിനെ വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അൻ തഅജിലു ബിജിഹാസി, എന്റെ മയ്യിത്ത് വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ. ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളിറു ദഫനി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബർ മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട്, നബി തങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകിനെന്ന്. മരണത്തിന്റെ ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് അടുത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തക്ക വിധത്തിൽ മഹാനായ ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം മരണത്തിന്റെ ശേഷം സംസാരിച്ചത് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നഈം തങ്ങളടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ, അല്ലാമ ഇബ്നു ജൗസി തങ്ങളടക്കമുള്ളവർ സഫ്വത്തുസ് സഫ്വയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 ഹദീസിന്റെ റിജാലു കിതാബ് സിത്തയുടെ ഹദീസുകളിൽ അഇമ്മത്തു സിഖാത്തിൽപ്പെട്ട ആളാണ് ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം എന്നറിയോ? ഞാൻ മരിച്ചു പോയാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാതെ ഞാൻ ജീവിതത്തിൽ ചിരിക്കൂല എന്ന് സത്യം ചെയ്ത ആളാണ് ഈ മഹാനായ ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെ? ഞാൻ പോകുന്നത് സ്വർഗത്തിലാണെങ്കിലല്ലേ ചിരിച്ചിട്ട് കാര്യമുള്ളൂ. എന്റെ അന്ത്യം നരകത്തിലേക്കാണെങ്കിൽ, ഞാൻ യാത്ര പറഞ്ഞ് ദുനിയാവിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ തീയിലേക്കാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല. ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് ഇതൊക്കെ? മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു. ഏതാനും ചില ആളുകളെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. തകല്ലമു ബഅദൽ മൗത്ത്, മരിച്ചിട്ട് സംസാരിച്ച ആളുകൾ വേറെയുമുണ്ട്. അതിൽപ്പെട്ട ആളാണ് മഹാനായ ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഞാൻ പോയിരിക്കുന്നു, ഇന്നി ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ ഫതലഖാനി ബിറൗഹിൻ വറൈഹാൻ വലഖീതു റബ്ബൻ ഗൈറ ഗദ്ബാൻ, എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, കാരുണ്യവാനായ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അള്ളാഹനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ ആളുകളെ, അൻ തഅജിലു ബിജിഹാസി, എന്നെ വേഗം കൊണ്ടുപോയി മറവ് ചെയ്യിൻ. ഫഇന്ന റസൂലല്ലാഹി യന്തളിറു ദഫനി,
എന്നെ മറമാടുന്നത് എന്റെ റസൂല് കാത്തിരിക്കുന്നുണ്ട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേഗം കൊണ്ടുപോയി മറവ് ചെയ്യുവിൻ എന്ന് മരണശേഷം സംസാരിച്ച റബീ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ സത്യം ചെയ്തത്? ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചിരിക്കൂ എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന ആളാണ് റബീ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനത്തെ മഹത്തുക്കളൊക്കെ എമ്പാടും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അല്ലാഹു ആ നേരം നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ആ നേരത്ത് ചിരിക്കാനും സന്തോഷിക്കാനും വളരെ റാഹത്തിൽ പേടിക്കാതെ മലക്കുൽ മൗത്തിന്റെ ആ രൂപം, മലക്കുൽ മൗത്ത് വരുമ്പോൾ സന്തോഷരായ മുഅ്മിനീങ്ങളുടെ മുമ്പിൽ വരുന്ന രൂപത്തിൽ വന്ന് സ്വർഗം കാണിച്ചു തന്ന് മരണം എളുപ്പമാവുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാനെ.